ഞങ്ങളുടെ UAE സന്ദർശനവുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് എപ്പിസോഡാണിത്. ഡെസേർട്ട് സഫാരിയാണ് ഇന്നത്തെ പ്രോഗ്രാം. കൃത്യസമയത്ത് തന്നെ കമ്പനി അയച്ച വണ്ടി ഫ്ലാറ്റിന് താഴെ എത്തി. സിറ്റിയിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഡെസേർട്ട് ക്യാമ്പുകൾ. ഏകദേശം 2 മണിക്കൂറിലധികം യാത്രയുണ്ട്. ഓൺലൈനായാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വഞ്ചിതരാകാൻ സാധ്യതകളേറെയുണ്ട്. പ്രോഗ്രാമിലെ ഇൻക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് പ്രത്യേകം ചോദിച്ചുറപ്പുവരുത്തി വേണം ടിക്കറ്റ് എടുക്കുവാൻ. ഇല്ലെങ്കിൽ പലതിനും വേറെ വേറെ ചാർജുകൾ നൽകേണ്ടി വരും. 40 ദർഹം മുതലുള്ള പാക്കേജുകളുണ്ട്. ലാൻഡ് ക്രൂയിസർ ആണെങ്കിൽ 100 ദർഹം. പോകുന്ന വഴിയിൽ ഇത്തരത്തിലുള്ള കടകളിൽ എന്തായാലും ഒരു വിസിറ്റ് ഉണ്ടാകും. പ്രധാനമായും അറേബ്യൻ കോസ്റ്റ്യൂമുകളാണ് ഇവിടുത്തെ കച്ചവടം. എല്ലാം അവർ തന്നെ മനോഹരമായി അണിയിച്ചു തരും. പക്ഷേ ചാർജ് കേട്ടാലൊന്ന് വിയർക്കും. സിറ്റിയിൽ വെറും 10-20 ദർഹത്തിന് ലഭിക്കുന്ന തലയിൽ അണിയുന്ന വലിയ ടവലിന് ഇവിടെ 60-80 ഒക്കെയാണ് വില. ഞങ്ങൾ ഏതായാലും അത്തരം ആഡംബരങ്ങൾക്കൊന്നും പോയില്ല. ഡെസേർട്ട് സഫാരിയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണിത്. ഇവിടെ മരുഭൂമിയിൽ ഓടിക്കാവുന്ന ജീപ്പുകളും കോഡ് ബൈക്കുകളും റെന്റിന് ലഭിക്കും. ജീപ്പുകൾക്ക് 400 ദർഹവും ബൈക്കുകൾക്ക് 225 ദർഹവുമാണ് അരമണിക്കൂർ നേരത്തേക്ക് ചാർജ്. വളരെ സീരിയസ് ആയും അഡ്വഞ്ചറസ് ആയും ബൈക്കോടിച്ച് രസിക്കുന്നത് അലസമായി നോക്കി നിന്നപ്പോൾ കുട്ടിക്കാലത്ത് യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ വീട്ടുമുറ്റത്ത് ട്രൈസൈക്കിൾ ഓടിച്ച് കളിച്ചിരുന്ന ബാല്യകാലം ഓർമ്മയിലെത്തി. ബൈക്ക് ഡ്രൈവിംഗിൽ താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ കാപ്പിയും കോലയും കഴിച്ച് കുശലം പറഞ്ഞിരിക്കാം. ഒരു അപരാഹ്നം സായാഹ്നത്തിന് വഴിമാറുന്നത് വെറുതെ നോക്കിയിരിക്കാം. ഇഷ്ടമുള്ള ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താം. ഫാൽക്കൺ പക്ഷിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. ഉല്ലാസത്തിനുള്ള വഴികൾ അങ്ങനെ പലതുണ്ട് ഇവിടെ. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. 6 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഞാനും വൈഫും കൂടാതെ ഒരു ബ്രിട്ടീഷ് കപ്പിളും 2 ഹൈദരാബാദുകാരും. ഡെസേർട്ട് ക്യാമ്പിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഒട്ടും തന്നെ ജനവാസമില്ലാത്ത പ്രദേശങ്ങളാണ് പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ദശകങ്ങൾക്കപ്പുറം ഇവിടെയും ജനപഥങ്ങൾ രൂപീകരിക്കപ്പെട്ടുകൂടായികയില്ല. കാരണം UAEയിലെ ഇപ്പോഴത്തെ ടൗൺഷിപ്പുകളിൽ പലതും മുൻപ് ഇതുപോലുള്ള മണലാരണ്യങ്ങളായിരുന്നു. പല ഭാഗത്തു നിന്നും സഞ്ചാരികൾ ക്യാമ്പുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മണൽപാതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഡ്രൈവർ ഇറങ്ങി ടയറിന്റെ എയർ പ്രഷർ കുറച്ചു. മരുഭൂമിയിലൂടെയുള്ള സുഗമമായ ഡ്രൈവിങ്ങിന് ഇത് അത്യാവശ്യമാണ്. മണൽ കൂനകളിൽ കയറിയും ഇറങ്ങിയും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ലാൻഡ് ക്രൂയിസറിന്റെ ലക്ഷറി കൊണ്ടാവാം 1 വർഷം മുമ്പ് ജയ്സൽമീറിലെ താർ മരുഭൂമിയിലൂടെ മഹീന്ദ്ര 4x4 ജീപ്പിൽ യാത്ര ചെയ്തപ്പോൾ അനുഭവിച്ച ത്രിൽ ഇവിടെ ലഭിക്കാതെ പോയി. ചില വണ്ടികൾ ഇവിടെയും ആ രീതിയിൽ പോകുന്നുണ്ട്. ഡ്യൂൺ ബാഷിംഗ് എന്നാണ് ഇതിനെ സാങ്കേതികമായി പറയുക. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ്. ക്യാമ്പിൽ സജ്ജീകരണങ്ങൾ ഒരുങ്ങുന്നതേയുള്ളൂ. പുറത്ത് ഫോട്ടോഗ്രാഫർമാരും ഫാൽക്കൺ പക്ഷിയുമായി സന്ദർശകർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നവരും എല്ലാവരുമുണ്ട്.
കാമൽ സഫാരി, ഹോഴ്സ് റൈഡ്, സാൻഡ് ബോർഡിംഗ് തുടങ്ങിയവയാണ് ഇവിടുത്തെ വിനോദങ്ങൾ. ഇവയെല്ലാം പാക്കേജിൽ ഉൾപ്പെട്ടതാണ്. ഇതാണ് സാൻഡ് ബോർഡിംഗ്. ഒരു പലകയിൽ നിന്നോ ഇരുന്നോ താഴേക്ക് ഊർന്നു പോവുക. നിന്നു സഞ്ചരിക്കാൻ ശ്രമിച്ച ഞാൻ പകുതി വെച്ച് വീണുപോയി. ഇരുന്നാണെങ്കിലും വൈഫ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. സൂര്യൻ അസ്തമിക്കാറായി. ക്യാമ്പിനകത്ത് വിളക്കുകൾ തെളിഞ്ഞു. ഞങ്ങൾ സാവധാനം അകത്തേക്ക് നടന്നു. ഓരോ കപ്പ് കാപ്പി കുടിച്ച് ഞങ്ങൾക്കുള്ള ഇരിപ്പിടം അന്വേഷിച്ചു. ഭക്ഷണവും ഇരിപ്പിടവുമെല്ലാം ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. ആ ഇരിപ്പിടങ്ങളാണിവ. കാർപ്പറ്റ് വിരിച്ച നിലത്ത് കുഷ്യനിട്ട് അതിലിരിക്കണം. മറ്റെന്തെങ്കിലും സംവിധാനമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പുറത്തു കടന്നു. ഇവിടെ ഒരാൾ സന്ദർശകർക്കുള്ള ഹൂക്കകൾ ഒരുക്കുകയാണ്. കുറച്ചപ്പുറത്ത് പ്രീമിയം സിറ്റിംഗ് എന്നൊരു ബോർഡ് കണ്ടു. സോഫയും ടേബിളുമാണ്. പക്ഷേ ഒരാൾക്ക് 50 ദിർഹം എക്സ്ട്രാ കൊടുക്കണം. മനമില്ലാ മനസ്സോടെ 100 ദിർഹം കൊടുത്ത് ഞങ്ങൾ അകത്തു കയറി ഇരിപ്പുറപ്പിച്ചു. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർണർ. വ്യത്യസ്തങ്ങളായ പലതരം വിഭവങ്ങൾ റെഡിയാണിവിടെ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും റൈസും നൂഡിൽസും പലതരം കറികളും. അങ്ങനെ നീളുന്നു ഇതിൻ്റെ നിര. പക്ഷേ നമ്മുടെ രുചിശീലങ്ങളുമായി സമരസപ്പെടുന്നവ ഏതാനും ചിലത് മാത്രം. ഇവിടെ പലതരത്തിലുള്ള മാംസം ഗ്രിൽ ചെയ്തെടുക്കുന്നു. ഞങ്ങൾ ഭക്ഷണത്തിനുള്ള ക്യൂവിൽ പ്രവേശിച്ചു. ശാന്തമായി നീങ്ങുന്ന ക്യൂ. ഭക്ഷണവുമായി സീറ്റിൽ വന്നിരുന്നതോടെ കലാപരിപാടികൾ ആരംഭിച്ചു.
ഇത് ടൊണോറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഈജിപ്ഷ്യൻ ഫോക്ക് ഡാൻസ് ആണ്. ടൊണോറ എന്നത് ഒരു അറബി പദമാണ്. സ്കേർട്ട് എന്നാണ് അർത്ഥം. പുരുഷന്മാർ മാത്രമേ ഈ നൃത്തം ചെയ്യാറുള്ളൂ. നൃത്തം തീരുന്നതുവരെ നർത്തകൻ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഫയർ ഡാൻസ് ആണ് അടുത്ത ഇനം. മെയ് വഴക്കത്തോടു കൂടിയുള്ള പ്രകടനം. വർണ്ണശബളമായ ഏതാനും മണിക്കൂറുകൾക്ക് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. തിരിച്ചുള്ള യാത്ര മറ്റൊരു വണ്ടിയിലാണ്. ഇനി ഒരിക്കലും കാണില്ലെങ്കിലും ഇനിയും കാണാമെന്ന് ഭംഗിവാക്കോതി സഹയാത്രികരോട് വിട പറഞ്ഞ് ഞങ്ങൾക്കുള്ള കാറിനടുത്തേക്ക് നടന്നു.